കുളിച്ച് നോക്കി നിൽക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഇതെന്താ ഉരുട്ടിയതാണ്? ഇതിനെന്തിനാ ഉരുട്ടണേ? ഇങ്ങോട്ട് നോക്കിയേ, ഏട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഏട്ടൻ്റെ സിസ്റ്റർ വീട്ടിലാണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി എത്തിക്കഴിഞ്ഞാലുള്ള കുറച്ച് ഒരുക്കങ്ങൾ കാണാം. നോക്കൂ, ഇവിടെയാണ് ഇന്നത്തെ കലാപരിപാടി. സാധാരണ രീതിയിൽ നമ്മൾ പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അട ഉണ്ടാക്കുകയാണ്. അട നമ്മൾ വിചാരിക്കുന്നത് ചെറിയ അടയല്ല, ലേശം ബിഗ് അടയാണ്. വലിയ രീതിയിലുള്ള അട എന്നൊരു കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വന്നോണ്ട് തന്നെയാണ് വീഡിയോ പിടിക്കുന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റമാണിത്. ഇത് ആർക്കും പരീക്ഷിക്കാം. ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ടു നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ നമ്മൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഓടില്ല. കാരണം എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പമുണ്ട്. പക്ഷെ ഈ വലിപ്പത്തെ നമ്മൾ അതിനെ മാറ്റി വിശാലമായ രൂപത്തിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് വാഴകൾ ഇലകളൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴ പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ജീരകം വേണം, മറ്റേ ഏലക്ക വേണം. അതെല്ലാം കൂടി ഇടിച്ച് പൊടിച്ച് ഈ ശർക്കര ആവശ്യത്തിന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്ക എന്താ പറയുക വരട്ടി അല്ലേ, ഞാൻ വരട്ടി എന്നാണ് പറയാം. ചക്ക വരട്ടിയും കൂടി ഇതിനകത്ത് എടുക്കുമ്പോൾ ഈ പുട്ടുപൊടി വലിച്ചെടുക്കുന്നു ആക്കി. എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് എന്താ ഇഡലി കുക്കറിനകത്തേക്ക് വെച്ചിട്ട് ആവി നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അധികം പോരുത്, പിടിച്ചു വെക്കണം. ഞങ്ങളൊക്കെ കണ്ടതാണ്. ജനനിമിഷമാണ്. ഡ്രൈഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. അതുവരെ ഞാൻ പോയിച്ചത് മതിയോ? 90-ാം വയസ്സിലും ഊർജത്തോടെ അത്യാവശ്യം വയസ്സായിട്ടല്ലേ. ഹരിപ്പൊടി വേണം എന്നാലേ ഇത് നടക്കും. നീ എന്താ മതിയോ? ഇങ്ങനെ മതി. ഞാനീ പോട്ടെ, ഞാനീ പോട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മതിയോ? വെള്ളം മതിയോ? അത് മതിയോ? ഓക്കെ. അമ്മ എങ്ങനെയത് ഉരുട്ടിയത്? അതിനാണ് ഞാൻ നാവിനെ എടേ വെള്ളം വെച്ചോ? പൂരാ പൂരാ ചക്കയും ശർക്കരയും പിന്നെ എന്താ പറയാ ശർക്കര അലിച്ചിറക്കി ഹൽവ ഉണ്ടാക്കിയാണ്. നെയ്യിൽ വരട്ടിയിട്ട് അല്ലേ, ശർക്കരയും കൂട്ടിയിട്ടുള്ള ചുക്കുപൊടി ആക്കി വെച്ച ചക്ക വരട്ടിയാണ്. ചക്ക വരട്ടി ആ ചക്ക വരട്ടിയും കൂടെ ഇതിന്റെ കൂടെ കൂട്ടാനുള്ള അല്ലേ അത്. ഇനി ലേശം പൊടിയിടും. ഉറപ്പുണ്ട്. അപ്പൊ ഇതെങ്ങനെ കുഴച്ച് എന്നിട്ട് എന്ത് ചെയ്യാൻ അറിയോ?
ഇതിട്ട് ഒരു ഇല എടുക്കാം. മനോഹരമായ ഇല. ചക്ക Then ഇതിലാക്കാം. അതിൻ്റെ കയ്യിലായി ഇതിനോട് ഉടച്ചോളൂ. വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുറച്ചെടുക്കാം. തുള്ളി അതെ കറക്റ്റാക്കെ തിരക്കൂട്ടുണ്ടാക്കാം. അതിന് എല്ലാ ഭാഗത്തും മുറിഞ്ഞു മതി. ഇതൊക്കെ ഇവിടേക്ക് അതെന്തൊരു ഗ്യാപ്പ്. അതെ എടാ ഇത് ഇങ്ങോട്ട് ചാടാണ്ട് ഇങ്ങനെ ഈ ഇലേൻ്റെ ഫുള്ള് ഈ സൈസിന് ഈ മൂലയ്ക്കാ എൻ്റെ കൈ നയിക്കും. ആ ഒരു ഒരു ഇതിനെ മടക്കാനുള്ളല്ലേ. ഇത് കട്ടിയാ സാധാ വലിപ്പമല്ല അത്. അങ്ങോട്ട് നീക്കുന്നത് എൻ്റെ കൈ കൊണ്ട് തള്ളല്ലേ ഇങ്ങോട്ടേക്ക് ഇതാ. എല്ലാ ഭാഗവും ഒരുപോലെടാ. കുറച്ച് കട്ടി ഇതാ. ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പണ്ട് പത്തിരി ഉണ്ടാക്കി ഇങ്ങനെയാണ്. അതെ അതെ ഇത് അല്ലാണ്ട് ചില കട്ടി കൂടി ഓക്കെ ഏതായാലും ആക്കിയത് അങ്ങനെ ഞാൻ നിർത്തുന്നു. ഇനിയാണ് നമ്മളെ സാധനങ്ങൾ ഇവിടെ സൈഡിൽ നടക്കുന്നത്. പഴം പഴം പൊറി. ഇവിടെ അപ്പാട് വെച്ചിട്ട് ആക്കുന്നത് പഴം പ്രശ്നം ഉണർന്നോ കുറച്ചും കൂടെ ഇവിടെയൊക്കെ എത്തിയില്ല. ഇവിടെയൊക്കെ ഇട്. ആ മതി മതി മതി. ഇനി ഇവൻ എന്ത് ചെയ്യുന്ന അറിയാൻ കൊണ്ടൊക്കെ മനോഹരമായിട്ട് ഇവനൊന്നും കൂടി കിടത്തും. ആ മടക്കുമ്പോ എത്തൂ. ഇവനെ ഇങ്ങോട്ട് കിടത്തി കഴിഞ്ഞാൽ മെല്ലെ ഓരോ ഇതാ പാദസാരം ആ കാലിങ്ങനെ എടാ ഇതിലധികം ആക്കരുത് കേട്ടോ. പുറത്ത് പോയി ഇത്ര വലിപ്പമായി കഴിഞ്ഞാൽ ഇത് വേവോ? അന്ന് തുറക്കുക ആദ്യം പ്ലേറ്റിലേക്ക് ഇടി. തുറക്കുക അങ്ങ് കിടന്നോളൂ. യാതൊരു ലേശം വരെ അമർത്തു. കയ്യൊന്ന് ഉണങ്ങണം. നേരെ അമർത്ത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഓരോ അതിന്റെ കട്ടിയായിട്ട് കൂടുതൽ നമുക്ക് നോക്കുക. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടണം. ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ തള്ളണം. ഓട്ടം വന്ന് ഓട്ടം വരാമല്ല യശോടെ കഷ്ണം വെച്ച് കൊടുക്കണം. പാക്കി പാക്കി ഇതെന്തെങ്കിലും വിരലോട് അമർത്തുന്നത്. അതെ അങ്ങനെ അങ്ങനെ തള്ളി 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 പോയി. ആമ്പല് നേരത്തെ നല്ല തള്ളല്. ഈ തള്ളി ആ തള്ളലൊന്നും ഇവിടെ തള്ളി. ഞാൻ കുറച്ച് പുറത്തു പോലെ മടക്കി ഇല ബാക്കി വരണം. ആ സ്ഥലമൊക്കെ നോക്ക്. ഇങ്ങോട്ട് മാറിയാ ഞാൻ തന്നെ വരാം. തള്ളു. ഓ അടുത്തപ്പോ പോവാണ്. സമയമില്ല. ഇതൊക്കെ സ്പീഡാക്കാൻ ആ വേണ്ടി അതിനെ കൂടെ കൊടുത്തി കൊടുത്താൽ ഇതാണ് കറക്റ്റ് വേവ് വരാം. മറ്റേ കുറച്ച് അധികമാണ്. കട്ടി കൂടുതലാ. ഞാൻ 2 പ്രാവശ്യം ചോദിച്ചത് മതിയോ. അതിന്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് അറിയാം. അടിയിലാണ് അടിയിലായിട്ട് വേവും. ഏട്ടാ അതിൽ എന്തൊക്കെയാ ചേർത്ത്? ഇത് നാളെ മാത്രം പാറ്റേൺ ആണ്. പറയില്ല. ഇതില് പല സാധനം ഉണ്ട്. ചക്കയാണ് ഇതിന്റെ മെയിൻ ആള്. കിടത്തുക. കിടത്തുന്നിടത്ത് എന്ത് ചെയ്യണം അറിയോ? പാസാരടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ജിത്തു വെളിച്ചെണ്ണ അധികം എടുക്കാൻ പാടില്ല കാശ്. ഇത് ഈ തണ്ട് വാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വാടിയിരുന്നെങ്കിൽ മടക്കാൻ മൂടി ആ സൈഡൊന്ന് നടു മടങ്ങി. വേണ്ട വെളിച്ചെണ്ണ തന്നെ മതി. അല്ല വെളിച്ചെണ്ണ അരിപ്പൊടി ഇല്ലേ? ഇപ്പൊ മനസ്സിലായി ഏകദേശം അരിപ്പൊടി എത്ര ഇപ്പഴാ മനസ്സിലായി. മനസ്സിലായി കഴിയുമ്പോഴേക്ക് മാവും കഴിയും. മാവ് കഴിയും. പോയത് കാറ്റ് വിളിക്കും. തള്ളു തള്ളു. ചക്കരേ
അച്ഛമ്മക്ക് കിട്ടും, അച്ഛമ്മയല്ലേ കടി വേണമെന്ന് പറഞ്ഞത്. ബാക്കി അങ്ങനെ കുറച്ച് അങ്ങനത്തെ കഴിച്ചൂടെ? അച്ഛൻ പോയോ? അച്ഛനാണ് ഇരിക്കണ്ടാവും, തിരിച്ചുവിടെ ഫോണും കാണിച്ചു. അച്ചാച്ച ഉണ്ടല്ലോ. ഇന്നത്തെ വിശിഷ്ട അതിഥിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അദ്ദേഹം കുളിച്ച് ഫ്രഷായി വന്നതാണ്. അടുക്കളയിൽ കയറാറുള്ളൂ. എന്നാലും പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനങ്ങള് നല്ലോണം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് വെക്കാം. കുറവും ഒന്നുകൂടി അടുത്തതാ നമ്മളോടാ പോയി ചായ ഒന്ന് ചൂടാക്കിയാട്ടോ ചേച്ചിയെ മുകളില്. നേരത്തെ ആയില്ല, മധുരം ഇട്ടില്ല. എന്തൊക്കെയാ കഴിക്കാൻ വേണ്ടേ? സൂപ്പർലാ. ഇവിടുന്ന് എടുത്തോ എല്ലാരും. തീർന്നുപോയി. അവര് രണ്ടെണ്ണം കിട്ടുക. മനസ്സിലാവില്ല.